നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ഗിഫ്റ്റായിട്ടോ ബോണസായിട്ടോ കിട്ടി. നിങ്ങൾ എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കട ക്ലോസ് ചെയ്യുമോ അതോ ഈ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമോ? ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 12%. അതുകൊണ്ട് തന്നെ 12% മുകളിലുള്ള ഇൻട്രസ്റ്റ് കോസ്റ്റുള്ള ലോണുകൾ, ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡിൻ്റെ ലോണാവാം, പേഴ്സണൽ ലോണാവാം, ബിസിനസ് ലോണാവാം, ഇതെല്ലാം ആദ്യം തന്നെ അടച്ചു തീർക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അതേസമയം 12% താഴെയാണ് ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് അടച്ചു തീർക്കുന്നതിനെക്കാട്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യും. 10 വർഷം കൊണ്ട് ഈ 5 ലക്ഷം രൂപ 15 ലക്ഷം രൂപയും 20 വർഷം കൊണ്ട് 48 ലക്ഷം രൂപയും 30 വർഷം കൊണ്ട് 1.5 കോടി ആവാനുള്ള പോസിബിലിറ്റിയാണ്. ലോൺ തീർന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അസറ്റ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കത്തില്ല. നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരിക്കും. ലോൺ തീരുന്നതിന് കൂടെ തന്നെ അസറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ഇൻസൈറ്റ് തന്നെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് വേണ്ടി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.